തട്ടിയും മുട്ടിയും പ്രതാപൻ നാട്ടിക കീഴടക്കിയതാണ് 26 കൊല്ലം മുമ്പ്. ഞാനിപ്പോൾ തുടങ്ങിയതല്ല ഇത്. ഇങ്ങനെ ഇതെൻ്റെ ഒരു ശൈലിയാണ്. എപ്പോഴും ഏത് കാലത്ത് ഞാൻ എവിടെ ചെന്നാൽ, ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട്, ഞാൻ ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. അതേപോലെ ഫിഷർമെൻ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി എന്നെ ചുമതലയേൽപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ എല്ലാ കോസ്റ്റൽ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് പരിചയമല്ല. എനിക്ക് ഹിന്ദി നന്നായി വശമുള്ള ആളല്ല, അല്ലെങ്കിൽ ഗുജറാത്തി വശമില്ല, കന്നഡ വശമില്ല. ആ സ്റ്റേറ്റുകളിൽ ചെന്നാൽ പോലും ഞാൻ അവിടെ നിൽക്കുന്നവർക്ക് ഈ തട്ട് കൊടുക്കും, ഈ കുത്തു കൊടുക്കും, ഇത് അവിടെയും ചെയ്യും. പരിചയമൊന്നുമില്ല. മനുഷ്യന് നമ്മളിതിന് മസിൽ പിടിക്കണേ, നമ്മളിതിന് ഈ ബലം പിടിച്ച് നടക്കണത്. നമുക്ക് ആളുകളോട് എന്തോ ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ എന്തോ കുഴപ്പം, ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ എന്തോ കുഴപ്പം, അവർ ഹൃദയത്തിലേക്ക് ഈ ഹൃദയത്തിലൊന്ന് സ്പർശിച്ചാൽ എന്തോ കുഴപ്പം, അവരോട് അടുപ്പം കാണിച്ചാൽ എന്തോ കുഴപ്പം. അതിന് ആളുകൾ ഇതൊക്കെ ഭയങ്കര ഒരു സർക്കസാണ്, അല്ലെങ്കിൽ ജാടയാണ്, പല രീതിയിലൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഭയങ്കര റിലാക്സ് ചെയ്ത് ഇലക്ഷൻ വർക്ക് നടത്തുന്ന ആളാണ്. മണലൂരിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ പരിചയസമ്പന്നനായ TN പ്രതാപനാണ്. തൃശ്ശൂർ ഭൂമിക വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇത്തവണ നാട്ടികയിൽ നിന്ന് മണലൂരിലേക്ക് എത്തുന്നത്. നാട്ടിക വിട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു? മണലൂരിൻ്റെ ഒരു ജന്മഗ്രാമത്തിൻ്റെ വൈകാരികതയുള്ളതാണ്. ഞാൻ പക്ഷേ എൻ്റെ അമ്മയുടെ വീടൊക്കെ ഞാൻ ജനിച്ചതും ഈ മണലൂരിൽപ്പെട്ട വാടാനപ്പള്ളിയുടെ പ്രാന്തപ്രദേശത്താണ്. എനിക്ക് ഭയങ്കരമായ വ്യക്തിബന്ധം, സാമൂഹ്യ ബന്ധം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് മണലൂർ. അതുകൊണ്ട് ഒരു സ്വന്തം ഗൃഹാതുരത്വമുള്ളൊരു സ്ഥലമാണ് മണലൂർ എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും എല്ലാവരും പരിചിതരാണ്. അവിടെ രാഷ്ട്രീയം ഒന്നും ബാധകമല്ല, LDFോ UDFോ NDO ഒന്നും ബാധകമല്ല, എല്ലാവരും നല്ല പരിചിതരായ ആളുകളാണ്. വ്യക്തിപരമായി എനിക്ക് ഏത് മുക്കിലും മൂല ചെന്നാലും പേരെടുത്ത് വിളിക്കാവുന്ന ആളുകൾ, വിമല ചേച്ചി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാവുന്ന ആളുകളാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും. ഇതിൽ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തൃശ്ശൂരിൻ്റെ ഒരു ഭൂമിക എന്നെല്ലാം തന്നെ പറയും. പൊതുവിൽ NDAയുടെ ഒരു രാഷ്ട്രീയം എല്ലാം തന്നെ പറഞ്ഞു പോകുന്നൊരിടമാണ്. ഇത്തവണ കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരിടമാണ്. എങ്ങനെയാണ് ഒരു പോരാട്ടം എന്ന് പറയുന്നത്? ഒരു ത്രികോണ പോരാട്ടമാണോ അതോ ഏത് രീതിയിൽ? ഒന്ന് മണലൂര് കാര്യം പ്രത്യേകിച്ച് ജനറലി തൃശ്ശൂർ ഇത്തവണ NDA അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും കഴിയില്ല. അതേത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഒരു നിയോജകമണ്ഡലത്തിലും NDAക്ക് 2ാം സ്ഥാനത്ത് പോലും വരാൻ വേണ്ടി പറ്റത്തില്ല. തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ UDF ജയിക്കും, 2ാം സ്ഥാനത്ത് LDF തന്നെ വരുള്ളൂ. ഇത് തന്നെയാണ് മണലൂരിലെ സ്ഥിതി. ഇവിടെ UDF ജയിക്കും, തൊട്ട് പുറകിൽ LDF വരും. NDAക്ക് 2ാം സ്ഥാനത്ത് വരാവുന്നൊരു സ്ഥലം ഈ ജില്ലയിൽ ഒരു അസംബ്ലി മണ്ഡലവും നിലവിലില്ല, ഉണ്ടാവുകയില്ല ഉറപ്പായിട്ടും. പിന്നെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കിയിട്ട് ആരെങ്കിലും വല്ല വ്യാഖ്യാനം നടത്തുകയാണെങ്കിൽ അവർ രാഷ്ട്രീയം പഠിക്കാത്തവരാണെന്ന് പറയേണ്ടി വരുന്നൊരു ഖേദമുണ്ട്. കൃത്യമായി അറിയാം, അന്ന് ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു പക്ഷേ അംഗീകാരമാണ്. ഞാൻ ആ വ്യക്തിയെ 1,26,000 വോട്ടിൽ തോൽപ്പിച്ച ആളാണ്. 2019 ഞാൻ കഴിഞ്ഞ തവണ 2024 പാർലമെൻറ്റിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ആളെ 1,26,000 വോട്ടിന് തോൽപ്പിച്ച ആളാണ് ഞാൻ. അപ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ 2024 ഇലക്ഷനിൽ സ്വാഭാവികമായും ഒരു വ്യക്തിപരമായ ഒരു ചെറിയ അനുകൂല സാഹചര്യമുണ്ടായി. ആ സാഹചര്യം അല്ല എന്നുള്ളത് കേരളത്തിലൊരു മാറ്റം വേണം. ആ മാറ്റം എല്ലായിടത്തും വേണം, തൃശ്ശൂരിലും വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മണലൂരാണല്ലോ. മണലൂർ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മണലൂരിൻ്റെ പൊതുവികസനത്തിൽ ഭയങ്കര നിരാശയുള്ള ആളുകൾക്ക് നമ്മളെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഒരുപാട് നല്ല ഇടതുപക്ഷ സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഇടതുപക്ഷ അനുഭാവികളുമായി നല്ല ബന്ധമുണ്ട്, NDAക്കാരുമായി നല്ല ബന്ധമുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവരുമായി ബന്ധമുണ്ട്. അവരൊക്കെ നമ്മളടുത്ത് ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഒരു മാറ്റം വേണം. ഞങ്ങളൊക്കെ ഭയങ്കരമായി ആഗ്രഹിക്കുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, പലയിടത്തും വെള്ളം കിട്ടാൻ മാർഗ്ഗമില്ല, കോൾനിലങ്ങളിൽ ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി നശിക്കുകയാണ്. പിന്നെ സമയത്തിന് പീച്ചിയിൽ നിന്ന് വരുന്ന വെള്ളം സമയത്തിന് വെള്ളം കിട്ടുന്നില്ല. ഇതേപോലെ റോഡുകൾ മഹാഭൂരിപക്ഷം ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ല. ഇവിടുത്തെ നെൽകൃഷിക്കാരൻ്റെ നെല്ല് സമയത്തിന് സംഭരിച്ച് അതിനുള്ള പണം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും ഇവിടെ ആർക്കെങ്കിലും ഒരു 10 ആൾക്കൊരു തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായില്ല. ആരോഗ്യ മേഖല ഇവിടെ വലിയ മുല്ലശ്ശേരി CHSE ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, അവിടെ ഒന്നും ഒരു മോസ്റ്റ് മോഡേൺ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇത് ആളുകൾക്കൊരു നിരാശയുണ്ട്. റൗണ്ട് വിട്ട് ഒരു പകിട്ടിപ്പുറത്തേക്ക് ഇല്ലാന്ന് തന്നെയാണോ?
അത് സത്യത്തിൽ ഗ്രാമങ്ങളിലില്ല. നമുക്ക് ചെന്ന് വേഗം വളരെ പെട്ടെന്ന് ഫീൽ ചെയ്യും. ആ ഫീലിംഗാണ് ആളുകൾ നമ്മളുമായി ഷെയർ ചെയ്യുന്നത്. അവർക്ക് നമ്മളൊരു കാര്യം അവർക്കറിയാം. ഇപ്പോൾ ഞാൻ നേരത്തെ 10 വർഷം MLA ആയ നാട്ടിക, ഇത് തൊട്ട് അക്കരയാണ്. ഒരു കനോലി കനാലിൽ പടിഞ്ഞാറ് കരയിൽ നാട്ടികയും കിഴക്കേ കരയിൽ മണലൂരാണ്. ആ അക്കരയുള്ള നാട്ടികയിൽ അത് ഏങ്ങണ്ടൂർ ചേറ്റുവ ഹാർബർ മുതൽ അങ്ങോട്ട് ആളുകൾ സഞ്ചരിച്ച് പോയി സ്നേഹതീരം തുടങ്ങി തുപ്രയാർ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി നേരെ തെക്കോട്ട് പോയി മുസിരീസ് കൊടുങ്ങല്ലൂർ എത്തുമ്പോൾ മുസിരീസ് പൈതൃക പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ആളുകൾ അത് കാണുമ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോഴും മണലൂർ എന്താ ഇങ്ങനെ ആയതെന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ആളുകൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ ദൗത്യമാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതിനൊരു രാഷ്ട്രീയ ദൗത്യം എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം ജനങ്ങൾ എന്നെ ഏൽപ്പിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു ട്രെൻഡ് എവിടെ ചെന്നാലും, ഇപ്പം നിങ്ങൾ 18 പോയി ഒന്ന് നിഷ്പക്ഷമതികളെ കണ്ടാൽ മതി. പൊളിറ്റിക്സ് ഉള്ളവർ പൊളിറ്റിക്സ് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 30% പേർക്ക് പൊളിറ്റിക്സ് അല്ല ഉള്ളത്. ആ ആളുകൾ ചോദിച്ചാൽ അവർ പറയും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. തൃശ്ശൂർ പൊതുവിൽ പറയുമ്പോൾ ഇത് ഇടത് മുന്നണിയുടെ ഒരു ശക്തി കേന്ദ്രം എന്നെല്ലാം പറയുന്നു. ആകെ ഒരു സീറ്റ് മാത്രമേ അതിന് അപവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇക്കുറി അതും ചുവപ്പും. തൃശ്ശൂർ സമ്പൂർണ്ണ ചുവപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ CPMൻ്റെ സീനിയേഴ്സായ ഒരാളും പറയില്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ കൂടെ പറയാൻ സ്വാഭാവികം പറയണ്ടേ. ഇലക്ഷൻ കാലത്ത് സ്വാഭാവികമായിട്ടും പറയാതിരുന്നാൽ അണികൾ നിരാശരാകുമല്ലോ. അതുകൊണ്ട് പറയുന്നതായി മാത്രം അതിനൊരു ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കണക്കാക്കിയാൽ മതി. ഒരിക്കലുമില്ല. തൃശ്ശൂർ ഇത്തവണ UDF 8+ ആണ്. അത് 11+ വരെ എത്തിയാൽ ആരും അത്ഭുതപ്പെടേണ്ട. അത് ആ ഒരു ട്രെൻഡ് തൃശ്ശൂരിൽ ഇന്ന് ജില്ലയുടെ പല ഭാഗത്തുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ സാമ്പിളായിട്ട് കുറച്ച് ആളോട് ചോദിക്കുന്ന പോലെയല്ലോ, താഴേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാകും ഒരു ചേഞ്ച്, മാറ്റം. ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂരാണ്. TN പ്രതാപൻ എന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയൊരു ക്യാമ്പയിനറാണ്. നിങ്ങൾ കൈയടിച്ചും കെട്ടിപ്പിടിച്ചും എല്ലാം വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു പൊതു സ്ട്രാറ്റജിയാണോ? ഞാൻ എന്നോട് ചില ചോദിക്കും ഈ തട്ടലും മുട്ടലും ഒക്കെ എങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴല്ല, ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രീ ഡിഗ്രി പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്ന കാലമുണ്ട്. ഞാനത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ എത്ര വർഷം മുമ്പാന്ന് ആലോചിക്കണം, പ്രീ ഡിഗ്രി ഉള്ള കാലത്ത്. അന്ന് ഞാൻ നാട്ടിക കോളേജിൽ പഠിക്കുമ്പോൾ ഇതായിരുന്നു എൻ്റെ ശൈലി. പിന്നെ ഇതാണ് എൻ്റെ അന്നത്തെ ശൈലി, ഇതാണ് എൻ്റെ അന്നത്തെ ശൈലി. കോളേജ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നാട്ടിക കോളേജ് പഠിക്കും. അത് കഴിഞ്ഞ് ഞാൻ 2001 നാട്ടികയിൽ നിയമസഭയിൽ മത്സരിച്ചു. ഞാൻ ഒരു ചെറിയ പയ്യനാണ്. 26 വർഷം മുമ്പ് ഞാൻ നിയമസഭയിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രായം ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ, ശാരീരിക ഘടന ഊഹിച്ചാൽ മനസ്സിലാകും. അന്ന് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കൃഷിമന്ത്രിയാണ് ഞാൻ മത്സരിച്ചത്. എനിക്ക് ഭയങ്കര ബഹുമാനം ഇഷ്ടമുണ്ടായിരുന്ന ആളായിരുന്നു. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിന് വിളിക്കുക. പക്ഷേ ഇലക്ഷൻ ഞാൻ അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വെറുതെ വെറുമൊരു മത്സരം, കാര്യമുള്ളതല്ല. ഞാൻ അദ്ദേഹത്തെ 12,000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. ഞാനൊരു കുട്ടി, അതൊരു വലിയൊരു മന്ത്രി, 4 തവണ MLA ആയൊരു മന്ത്രി. അപ്പോൾ അന്ന് മുഖ്യധാര പത്രങ്ങളെല്ലാം പിന്നെ ഞാൻ പരാജയപ്പെടും, കൃഷ്ണൻ കണിയാൻ പറഞ്ഞപ്പോൾ അതൊരു മേരുവിന് മുന്നിലേക്ക് TN പ്രതാപൻ കേവലം ഒരു മത്സരാർത്ഥി മാത്രമാണെന്നാണ് അന്ന് മുഖ്യധാര പത്രങ്ങളെല്ലാം എഴുതിയത്. പക്ഷെ ഞാൻ ജയിച്ചതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രത്തിൻ്റെ ഹെഡിങ് അങ്ങനെയായിരുന്നു, തട്ടിയും മുട്ടിയും പ്രതാപൻ നാട്ടിക കീഴടക്കിയതാണ്. 26 കൊല്ലം മുമ്പ്. ഞാനിപ്പോൾ തുടങ്ങിയതല്ല ഇത്. ഇങ്ങനെ ഇതെൻ്റെ ഒരു ശൈലിയാണ്. എപ്പോഴും ഏത് കാലത്ത് ഞാൻ എവിടെ ചെന്നാൽ, ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട്, ഞാൻ ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. അതേപോലെ ഫിഷർമെൻ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി എന്നെ ചുമതലയേൽപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ എല്ലാ കോസ്റ്റൽ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് പരിചയമല്ല, എനിക്ക് ഹിന്ദി നന്നായി വശമുള്ള ആളല്ല, അല്ലെങ്കിൽ ഗുജറാത്തി വശമില്ല, കന്നഡ വശമില്ല. ആ സ്റ്റേറ്റുകളിൽ ചെന്നാൽ പോലും ഞാൻ അവിടെ നിൽക്കുന്നവർക്ക് ഈ തട്ട് കൊടുക്കും, ഈ കുത്തു കൊടുക്കും, ഇത് അവിടെയും ചെയ്യും. പരിചയമൊന്നുമില്ല. മനുഷ്യന് നമ്മളിതിന് മസിൽ പിടിക്കണേ, നമ്മളിതിന് ഈ ബലം പിടിച്ച് നടക്കണത്. നമുക്ക് ആളുകളോട് എന്തോ ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ എന്തോ കുഴപ്പം, ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ എന്തോ കുഴപ്പം, അവർ ഹൃദയത്തിലേക്ക് ഈ ഹൃദയത്തിലൊന്ന് സ്പർശിച്ചാൽ എന്തോ കുഴപ്പം, അവരോട് അടുപ്പം കാണിച്ചാൽ എന്തോ കുഴപ്പം. അതിന് ആളുകൾ ഇതൊക്കെ ഭയങ്കര ഒരു സർക്കസാണ്, അല്ലെങ്കിൽ ജാടയാണ്, പല രീതിയിലൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഭയങ്കര റിലാക്സ് ചെയ്ത് ഇലക്ഷൻ വർക്ക് നടത്തുന്ന ആളാണ്, സ്വാമി നടത്തുന്ന ആളാണ്. എല്ലാവരോടും ഞാൻ ഒരുപോലെ, ഞാൻ LDF-കാരെ കണ്ടാലും NDA-കാരെ കണ്ടാലും ആരെ കണ്ടാലും ഈ സൗഹൃദ ബന്ധം നിലനിർത്തും. എൻ്റെ ജീവിതത്തിലുള്ള ശൈലി അതാണ്. മരണം വരെ അതുണ്ടാകാനുള്ള എൻ്റെ പ്രാർത്ഥന. ഈ സ്നേഹവും ഈ സൗഹൃദവും ഇനി
മണലൂർക്കാർക്ക് സ്വന്തമായിരിക്കും ഉറപ്പായി. എന്തുകൊണ്ട് ടി എൻ പ്രതാപൻ വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചാൽ ഈ തട്ടലും മുട്ടലും ഇവിടെയൊക്കെ തന്നെയാണ് ഉത്തരം. ഏതായാലും അദ്ദേഹം പറയുന്നത് ആ ഒരു കോളേജ് കാലത്തിൻ്റെ ആ ചുറുചുറുക്ക് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ പഴയ കോളേജ് മത്സരാർത്ഥിയാകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നത്. മണലൂരിൽ നിന്ന് ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.